കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി പോവാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ മഞ്ജുളാലിൻ്റെ സമീപത്ത് വന്ന് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അതുപോലെ ആ വെങ്കല ഗരുഡൻ്റെ ആ ശില്പം ഒന്ന് കണ്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. അങ്ങനെ നമ്മൾ ആ തീയരമ്പലമൊക്കെ കഴിഞ്ഞ് നേരെ പുതിയ ഗോപുരത്തിൻ്റെ അവിടെ വന്ന് ആ ഗോപുരത്തിൻ്റെ ഇരുവശത്തുള്ള ആ വിഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായി കണ്ട് നമ്മൾ നേരെ അത്തിമര ഗണപതിയെ കാണാനായിട്ട് പോവാം. ആ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ കണ്ട് തൊഴാനായിട്ട് പോവാം. അവിടെ വന്നാൽ വലിയ തിരക്കൊന്നുമില്ല. ഇന്ന് മൊത്തത്തിൽ ചൊവ്വാഴ്ചയാണ്, വലിയ തിരക്കില്ല. സോപാനം വഴി തന്നെയാണ് ഇന്നത്തെ ഒക്കെ മിക്കവാറും സമയം ഉള്ളത്. അതുകൊണ്ട് ഭക്തർക്ക് സുഖമാണ്, കാരണം 2 തവണ ദർശനം കിട്ടും. ഇവിടുന്ന് കയറി വരുമ്പോൾ ആ ഒരു ഭാഗത്തുനിന്ന് നേരെ മണ്ഡപത്തിൻ്റെ അവിടുന്ന് ഒന്ന് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ സോപാനപ്പടിയിൽ നിന്നും കിട്ടും. അപ്പോൾ 2 തവണ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടാവും, ഗുരുവായൂരപ്പനെ സുഖമായിട്ട് കാണാൻ കഴിഞ്ഞല്ലോ എന്ന്. അപ്പോൾ ആ ഒരു കാഴ്ച ഇന്ന് ലഭിക്കും. പൊതുവേ ഇപ്പോൾ തിരക്ക് കുറച്ച് കുറഞ്ഞ സമയമാണ്. വെക്കേഷൻ കഴിഞ്ഞു, വൈശാഖ മാസമൊക്കെ കഴിഞ്ഞു, അപ്പോൾ തിരക്ക് കുറഞ്ഞു. തിങ്കളും ബുധനും വെള്ളി അല്ലാത്ത ദിവസങ്ങളിൽ, അതേപോലെ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സുഖമായിട്ടുള്ള ദർശനമാണ്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിച്ച് നമുക്കിങ്ങനെ പോകുമ്പോൾ ആ കേശവൻ്റെ കൊമ്പൊക്കെ കാണാം. കൊമ്പിൻ്റെ നടുക്കായിട്ട് ശ്രീലക്ഷ്മി ദേവി, മഹാലക്ഷ്മി ദേവീനെയൊക്കെ കാണാം. അതൊക്കെ കണ്ട് അങ്ങനെ അവിടുന്ന് അതിനുള്ളൊരു സമയം കിട്ടും. കാരണം എന്താ വെച്ചാൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വിടുമ്പോഴേ ചിത്രോടക്കൽ അതിൻ്റെ അവിടുന്ന് ബലിക്കല്ലിൻ്റെ അവിടുന്ന് കാണാൻ പറ്റും. ഒന്ന് മുകളിലേക്ക് നോക്കിയാൽ സുഖമായിട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നേരെ ഇറങ്ങുമ്പോൾ ആദ്യം തന്നെ ഇടതുവശത്തേക്ക് നോക്കിയാൽ കാണാം. പക്ഷേ എല്ലാവർക്കും അത് കിട്ടിക്കോളുന്നില്ല. ഇടതുവശത്തേക്ക് നോക്കിയാൽ, കാരണം നമ്മൾ നേരെ നോക്കുകയാണ്, ആദ്യം തന്നെ ഭഗവാനെ നോക്കുക ചെയ്യുക. അപ്പോൾ ഇടതുവശത്തേക്ക് ഇരുന്നിട്ട് മേൽപ്പത്തൂരിനെ കാണാൻ ശ്രമിച്ചാൽ മാത്രം നടക്കും. അതുപോലെ വലതുവശത്ത് ആദ്യത്തെ ആ തൂണ്, അതും കാണാൻ ശ്രമിച്ചാൽ തന്നെ നടക്കുള്ളൂ. നമ്മൾ നേരെ അങ്ങോട്ട് നോക്കി പോവുക ചെയ്യുക, അതാണ്. അതുകൊണ്ടാണ് പലരും കണ്ടില്ല, അവിടെ ചോദിച്ചപ്പോൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയണത്. അവിടെ ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നതാണ്. പുതിയ സോപാനം വാച്ച്മാനും വനിതാ സെക്യൂരിറ്റിയൊക്കെ പുതിയത് ഇപ്പോൾ 5-ാം തീയതി മുതൽ പുതിയ ആളുകളാണ്. ഇനി 6 മാസം, അടുത്ത 6 മാസം ആവുക. പഴയ ആൾക്കാർ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത് അറിഞ്ഞോളുന്നില്ല. അപ്പോൾ അത് നോക്കുക, നമ്മൾ കാണാൻ പറ്റുന്ന തരത്തിൽ കാണുക. അങ്ങനെ നമ്മൾ അകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 2 കാലിങ്ങനെ പിണച്ച് വെച്ച് കാൽത്തണകൾ കാണാണ്ട്, കാല് പിളച്ച് വെച്ചിട്ട് പട്ടൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത്, അങ്ങനെ മഞ്ഞപ്പട്ട ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ഒന്ന് സുഖമായിട്ട് കാണാണ്ട്. ഇന്നലെ കണ്ടിരുന്നില്ല. ഇന്നലെ വെളുത്ത പാവുണ്ട് ഇങ്ങനെ ഉടുത്തിട്ടുള്ള വലിയ കുട്ടിയായിട്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇന്നിപ്പോൾ ഒരു ഉണ്ണി തന്നെയാണ്. അപ്പോൾ നോക്കുമ്പോൾ അരമണിയൊക്കെ കാണാണ്ട് ആ കിങ്ങിണി ഇങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട് കാലിൻ്റെ തൊടയമ്മലേക്ക്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ഒരു മുല്ലമൊട്ടുമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അങ്ങനെ 3 എണ്ണം ഉണ്ട്. പിന്നെ കൈവളകൾ ചാർത്തിയിട്ടുണ്ട്, തോൾവളകളുണ്ട്, കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, നെറ്റത്തൊരു സ്വർണ്ണ ഗോപി തിലകം വെച്ചിട്ടുണ്ട്, തിരുമുടിമാലകൾ വെച്ചിട്ടുണ്ട്. 2 തിരുമുടിമാലകളുണ്ട്. ഒന്ന് തെച്ചിയും വെളുത്ത പൂവായിട്ടുള്ളതും, ഒന്ന് താമരയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ 2 ഉണ്ടമാലകളുണ്ട്. വെളുത്ത പൂവിനാണ് കൂടുതൽ, പിന്നെ താമരയുടെ അത് പ്രസക്തി വേറെ കാണാണ്ട്. അങ്ങനെയുള്ള 2 ഉണ്ടമാലകളുണ്ട്. മുകളിൽ വിധാനമായിട്ട് 4 തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്, ഒരു തെച്ചിമാലയുണ്ട്. പിന്നെ 2 കയ്യിലും കൂട് സ്വർണ്ണ ഓടക്കുഴലിങ്ങനെ പിടിച്ച് ചുണ്ടോട് അടുപ്പിച്ച് വേണുഗാനം പൊഴിക്കുകയാണ് കേട്ടോ. ആ വേണുഗാനം കേട്ടോളൂ എല്ലാവരും. എല്ലാവരും എന്താ പറയുക, ആനന്ദ സരസ്സിൽ ആറാടിക്കാൻ വേണ്ടിയിട്ട്
ആ മായാസരസിൽ ആറാടിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉണ്ണി ഇങ്ങനെ കാണുകയാണ്. ഉണ്ണി എല്ലാവരും കണ്ട് തൊഴാൻ, അതായത് നമ്മളെ കാണാൻ വരുന്നത് ആളുകളെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ടിരിക്കില്ലേ, അതുപോലെയാണ് ഉണ്ണി കാത്തിരിക്കണതേ. അപ്പോൾ എല്ലാവരും ആ മായാപ്രപഞ്ചത്തിൽ ഇങ്ങനെ ആറാടിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ വേണുഗാനത്തിലൂടെ എല്ലാവരിലേക്കും എത്തുകയാണ്. ആ വേണുഗാനം കേട്ട എല്ലാ ഗോപന്മാരും സർവ്വ പക്ഷി മൃഗാദികളൊക്കെ അലിഞ്ഞു ചേരും. അതേപോലെ തന്നെയാണ് നമ്മളെയും അതിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരാനുള്ള ആ സമയത്ത് നമ്മളെ വിഷമമൊക്കെ മാറി. പിന്നീട് ഉണ്ടാവുന്നത് പിന്നത്തെ കാര്യം തന്നെയല്ലേ. ആ സമയത്ത് ആ മായയിൽ എല്ലാം മറന്ന് നമ്മൾ ഭഗവാനെ കണ്ട് കാത്ത് നിൽക്കുകയാണ്, ഭഗവാന്റെ ഒരു നോക്ക് കാണാനായിട്ട്. ഭഗവാൻ നമ്മളെ കാണുന്നു, നമ്മൾ ഭഗവാനെ കാണുന്നു എന്നുള്ള ഒരൊറ്റ ചിന്തയിൽ മാത്രം എല്ലാ കാര്യങ്ങളും എത്ര വിഷമം ഉണ്ടെങ്കിലും അവിടെ ചെന്ന് പറയാമെന്ന് വിചാരിച്ചാൽ അതിനൊന്നും സമയം കിട്ടില്ല. ഭഗവാനെ കണ്ടാൽ ഭഗവാന്റെ ആ ചിരിയിലങ്ങോട്ട് മുഴുകിയ നമ്മൾ അലിഞ്ഞു, നമ്മളെ പിന്നെ നമുക്കൊന്നും പറയാനില്ല. അതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്കുള്ള ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. എല്ലാവരും കണ്ട് തൊഴുതോളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ ഭഗവാന്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ആ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ടൊന്ന് തൊഴുതു. പിന്നെ തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുക. അതിനുശേഷം ഒന്നുകൂടി ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നാൽ ആലിലക്കണ്ണനെ കാണാം ചുമരിൻ്റെ മുകളിൽ, അതൊന്ന് നോക്കി തൊഴാം. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക. വിഘ്നേശ്വരൻ ഇന്ന് അലങ്കാരം അങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ധാരാളം പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതാണ് ഇന്നത്തെ ഒരു കാര്യം വിഘ്നേശ്വരൻ്റെ അടുത്ത്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സരസ്വതി ദേവീനെ കാണുക. സരസ്വതി ദേവിയുടെ അവിടെയും കണ്ട് തൊഴുക. അപ്പോൾ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുതു. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലുള്ള ഗണപതിയുടെ അടുത്ത് തുളസിമാല ഇന്ന് 2 തുളസിമാല ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. പിന്നെ മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി. അങ്ങനെ അത് കഴിഞ്ഞാൽ വാമന രൂപം കാണാം. പിന്നെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ ആ രൂപം കാണാം. പിന്നെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. അതിന് ശേഷം അനന്ത പത്മനാഭസ്വാമീനെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ നിറയെ പൂക്കളായിട്ട് ഇങ്ങനെ അലങ്കാരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അനന്ത പത്മനാഭസ്വാമിയെ കണ്ട് തൊഴുക. അതിന് ശേഷം നമ്മൾ വീണ്ടും തിരികെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗ നമസ്കരിക്കുക. അവിടെ ഒന്നും ആളുകൾ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. എന്താ പറയുക, വിരലിൽ എണ്ണാവുന്ന ആളുകളേ ഉള്ളൂ. അത്രമാത്രമേ തിരക്കുള്ളൂ എന്നർത്ഥം. അപ്പോൾ സുഖമായിട്ട് നമുക്ക് തൊഴാം, സുഖമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ആ കണ്ണൻ്റെ അടുത്ത് വരിക. കണ്ണൻ്റെ അടുത്ത് വരുമ്പോഴും ഉണ്ട് ഒരു തുളസിമാല. പിന്നെ മുരുകൻ്റെ അടുത്ത് വരിക, മുരുകനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഒരു നാരങ്ങമാലയുണ്ട്, ഒരു കുറച്ച് കുങ്കുമം കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമീനെ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ ഓവിൻ്റെ അവിടെ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ആ താമരക്കണ്ണനെ കാണാം. അതൊന്ന് കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ കിഴക്ക് വശത്തുള്ള മണിക്കിണർ നോക്കി കാണാം. ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്ന നൃത്താറയിൽ ദീപം തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്, കടാവിളക്ക്. അപ്പോൾ അവിടെ പോയി കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് ഇങ്ങനെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങാം.
പുറത്തേക്ക് ഇറങ്ങി ആ ചന്ദനം കൊടുക്കുന്ന പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്ന് ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് നേരെ ഭഗവതിയുടെ അടുത്തേക്ക് വരിക. ഭഗവതിയുടെ അടുത്ത് നിന്ന് വലിയ തിരക്കൊന്നുമില്ല, സുഖമായിട്ട് ദർശനമാവാം. അങ്ങനെ കണ്ട് തൊഴാം. ഭഗവതിയുടെ അടുത്ത് വരുമ്പോൾ വലിയ തിരക്കില്ല എന്ന് പറഞ്ഞാൽ തീരെ തിരക്കില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ സുഖമായിട്ട് കാണാം. ആ ഗോളകയൊക്കെ ഇറക്കിയിട്ടുണ്ട് നന്നായിട്ട്. 2 വിഗ്രഹവും നന്നായിട്ട് മാലകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയെ കണ്ട് തൊഴുതോളും എല്ലാവരും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അതിന് ശേഷം നേരെ ആ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു പ്രതീതിയാവും, ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ വരിക. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി ശ്രീലകത്തേക്ക്, ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ ആ മുരളീധരനെ, വേണുഗോപാലിനെ ഒന്നുകൂടി കാണാം, കണ്ട് തൊഴാം, നമസ്കരിക്കാം. നമസ്കരിച്ചതിന് ശേഷം നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നാലും കടാവിളക്ക് കത്തി നിൽക്കുന്നുണ്ടാവും, അത് കണ്ട് തൊഴാം. അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അവിടെ ഒന്ന് ചന്ദനം കൊണ്ടൊക്കെ ചാർത്തുന്നുണ്ട്, നന്നായിട്ടുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമീനെയും കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. ഭൂതനാഥനെ കണ്ട് തൊഴുത്ത് ഒന്ന് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിൽ വേണുഗോപാലിനെ കാണാം. നകത്തും പുറത്തും വേണുഗോപാലിനെ അപ്പോൾ കണ്ട് തൊഴാം. പിന്നെ കുറച്ച് പുറകോട്ടിലിറങ്ങി നിന്ന കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് നേരെ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം അങ്ങനെ വരുമ്പോൾ ആ കുളത്തിനെ, രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. ആ സപ്തർഷികളൊക്കെ വന്ന് സ്നാനം ചെയ്യുന്ന കുളം എന്നാണ് പ്രത്യേകത. പിന്നെ ഭഗവാന്റെ സ്നാനമൊക്കെ അവിടെയാണ്. അപ്പോൾ ആ കുളത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ കുളത്തിൻ്റെ നടുക്കിലായിട്ട് ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ ഓടക്കുഴലിൽ വിളിച്ച് നിൽക്കണം, അതൊക്കെ കാണാം. അങ്ങനെ വന്ന് നേരെ നാരായണാലയത്തിൽ കയറിയിട്ട് ആ പൂന്താനം പൂജിച്ചിരുന്ന ആ വിഗ്രഹം കാണാം, മറ്റു വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നേരെ അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ വന്നിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് ദീപസ്തംഭത്തിൻ്റെ അവിടെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ കാണാം ഒരിക്കൽ കൂടി ഭഗവാന്റെ തിരുദർശനം. അങ്ങനെ അവിടുന്ന് നമ്മൾ തെക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ തെക്കേ സൈഡിലെത്തുമ്പോൾ കൂവളത്തെ കാണാം. കൂവള മരത്തെ നല്ലതായിട്ട് ഇങ്ങനെ പുഷ്പിച്ചു കൊണ്ടിരിക്കണു. അപ്പോൾ അവിടെ വന്നിട്ട് ഒന്ന് മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ പ്രാർത്ഥിച്ച് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ ആ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയൊക്കെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ കൃഷ്ണൻ്റെ, ഗുരുവായൂരപ്പൻ്റെയൊക്കെ നമുക്ക് അനുഗ്രഹമായി. ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തും. എന്നെ ഏത് സമയത്താണോ കേൾക്കുന്നത് ആ സമയത്ത് ഭഗവത് നടയിലാണ്, ഭഗവത് തിരുമുഖത്തെ കാണുകയാണ്, തിരുമുഖ കമലം കണ്ട് തൊഴുകയാണെന്ന് നമ്മൾ മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചാൽ അവിടെ എത്തിയിട്ടോ. എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണെന്ന് വിചാരിക്കുക. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.